നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇലക്ഷൻ സമയത്ത് ഞങ്ങളൊന്നും മറക്കില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത് വെറുതെയല്ല. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരെ അധികാരത്തിന്റെ ഹുങ്കിൽ തല്ലിക്കൊല്ലാൻ നോക്കിയവരെ വെറുതെ വിടില്ല. പണ്ടൊക്കെ എല്ലാം ഞങ്ങൾ ക്ഷമിക്കുമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തല തല്ലിപ്പൊളിച്ചതും ആ രക്തം ഈ മണ്ണിൽ വീണതും ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ നമ്മൾ ഓർക്കുന്നു. ഇന്നലെ അധികാരമേറ്റ്, അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി സംസാരിച്ച മുഖ്യന് ഒരു ബിഗ് സല്യൂട്ട്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ നവകേരള സദസ് മർദ്ദന പരമ്പരകളിൽ ഏറ്റവും ക്രൂരമായ പഴയങ്ങാടി ആക്രമണത്തിലും പുനരന്വേഷണം പ്രഖ്യാപിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ ഒരുങ്ങുന്നു. ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും പോലീസുകാരും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്താനാണ് പുതിയ UDF മന്ത്രിസഭയുടെ ആദ്യ യോഗം തീരുമാനിച്ചത്. തൊട്ടുപിന്നാലെയാണ് പഴയങ്ങാടി കേസും അജണ്ടയിലേക്ക് വരുന്നത്. ഈ സമയത്തെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച പാവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് അതിക്രൂരമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി മുഖ്യമന്ത്രിയുടെ ഗൺമാനും കൂടെയുണ്ടായിരുന്ന ചില പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഏതായാലും വി.ഡി. സതീശൻ മുൻപ് പറഞ്ഞതുപോലെ അതൊന്നും തന്നെ ആരും മറക്കുകയില്ല എന്നുള്ളത്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റ് കാണാതെ പോകാൻ സാധിക്കില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ, അതായത് പുനരന്വേഷണം സർക്കാർ നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. അന്ന് ഈ മർദ്ദിച്ചിട്ടുള്ള 2 പോലീസുകാരുടെ ചിത്രം നൽകിക്കൊണ്ടാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. കണക്ക് ചോദിക്കാതെ ഈ കാലം കടന്നു പോകുമെന്ന് കരുതിയോ? അന്നേ പറഞ്ഞതാണ് എന്നും വിജയനായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്ന്. വിജയൻ സേനയ്ക്കെതിരെ SIT അന്വേഷണം, കണക്ക് പറഞ്ഞു തന്നെ പോകാം. ഇത്ര മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ്. അതായത് കണക്കുകൾ പറഞ്ഞു തന്നെ പോകാം എന്നുള്ളത്. നിരവധി ആളുകളാണ് ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെയും നിരവധി കമന്റുകളാണ് വരുന്നത്. അതിലൊരു കമന്റ് വായിക്കാം. ഞാനൊരു BJP കാരനാണ്, പക്ഷെ ഇവന്മാർ കാണിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും മൃഗീയമായാണ് ഈ വന്യജീവികൾ സമാധാനപരമായി സമരം ചെയ്യാനെത്തിയ ആ പാവങ്ങളെ ആക്രമിച്ചത്. ശരിക്കും അവനെയൊക്കെ ശിക്ഷിക്കണം. മറ്റൊരു കമന്റ്, ഇവൻ കരുതിക്കാണും മരണം വരെ ഇവന്റെ രാജാവ് കേരളം ഭരിക്കുമെന്ന്. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ സഹോദരന്മാരുടെ തലയിൽ നിന്നൊഴുകിയ ആ രക്തത്തിന് കണക്ക് പറയാതെ മുന്നോട്ട് പോവാൻ കഴിയില്ലല്ലോ. ഇതാണ് കമന്റുകൾ വരുന്നത്. അതായത് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. അന്ന് അവർ സമരം ചെയ്തതും പ്രതിഷേധിച്ചതും ഒരു തരത്തിലും അക്രമാസക്തമായിട്ടായിരുന്നില്ല. പക്ഷേ അവരെ പിടിച്ചു മാറ്റുകയല്ല ചെയ്തത്, പകരം അതിക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുക, അഥവാ അവിടെ കിടന്ന് അവർ മരിക്കുക തന്നെ ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഈ ഗൺമാനും പോലീസുകാരും ചേർന്ന് അവരെ തല്ലി ചതച്ചത്. ഏതായാലും SIT അന്വേഷണം നടക്കുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പഴയങ്ങാടിയിലെ DYFI മർദ്ദനത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ തലസ്ഥാനത്തേക്ക് തിരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുതിയ മുഖ്യമന്ത്രിയെ കണ്ട് പുനരന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തെയും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഭരണത്തിൽ ആഭ്യന്തര വകുപ്പും പോലീസും CPM-കാർക്ക് ഒത്താശ ചെയ്തതുമൂലം അട്ടിമറിക്കപ്പെട്ട കേസാണിതെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആക്ഷേപം. 2023 നവംബർ 20-നായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട പഴയങ്ങാടി സംഭവം നടക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന പ്രത്യേക ബസ് കണ്ണൂർ പഴയങ്ങാടി വഴി കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത് തമ്പടിച്ചിരുന്ന CPM DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ക്രിമിനൽ സംഘങ്ങളെ പോലെ ഹെൽമറ്റുകൾ, കമ്പിവടികൾ, ഇരുമ്പ് പൈപ്പുകൾ, റോഡരികിലിരുന്ന സിമന്റ് ചെടിച്ചട്ടികൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. DYFIക്കാരുടെ ക്രൂരമായി കാണത്തത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ, KSU നേതാവ് സഞ്ജു എന്നിവരുടെ തലയ്ക്കും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വധശ്രമത്തിനിരയായ ഇവർ ഇന്നും വിദഗ്ധമായ തുടർ ചികിത്സകൾക്കായി മംഗളൂരിലെ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്.
അക്രമം നടന്ന തൊട്ടടുത്ത ദിവസം നവംബർ 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനമാണ് കേരളത്തെ അമ്പരിപ്പിച്ചത്. ക്രൂരമായ മർദ്ദനത്തെ പരസ്യമായി ന്യായീകരിച്ച പിണറായി വിജയൻ അത് ഡിവൈഎഫ്ഐക്കാരുടെ രക്ഷാപ്രവർത്തനമാണെന്ന വിചിത്രമായ തിയറിയാണ് മുന്നോട്ട് വെച്ചത്. ചലിക്കുന്ന വണ്ടിക്ക് മുന്നിലേക്ക് പ്രതിഷേധക്കാർ ചാടി വീണപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചതെന്നും വണ്ടിയിടിച്ച് അപകടമുണ്ടാകാതിരിക്കാൻ അവരെ തള്ളി മാറ്റുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു പിണറായിയുടെ വാദം. ഇങ്ങനെയുള്ള മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങൾ ഇനിയും തുടരണമെന്നും പിണറായി ആഹ്വാനം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പച്ചക്കൊടി കാട്ടലോടെ കേസ് അട്ടിമറിക്കാൻ പഴയങ്ങാടി പോലീസ് മത്സരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ തടഞ്ഞെന്ന പേരിൽ 6 യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കുകയും ഈ കേസ് പിന്നീട് കോടതിയിലെത്തിയപ്പോൾ പിഴയടച്ച് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. എന്നാൽ വധശ്രമം നടത്തിയ CPM ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിച്ചു. 14 CPM DYFI പ്രവർത്തകർക്കെതിരെ പേരിന് കേസെടുത്തതിൽ വെറും 5 പേരെ മാത്രമാണ് പോലീസ് പിടികൂടിയത്. ഇവർ കുറച്ചു ദിവസം ജയിലിൽ കിടന്ന ശേഷം ഭരണസ്വാധീനത്തിൽ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. കേസിലെ മറ്റു പ്രധാന പ്രതികളെയും ഗൂഢാലോചന നടത്തിയ നേതാക്കളെയും പിടികൂടാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് സുധീഷ് വെള്ളച്ചാൽ കുറ്റപ്പെടുത്തുന്നു. ഭരണം മാറി VD സതീശന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിലെത്തിയതോടെ മുൻ ആഭ്യന്തര വകുപ്പിന്റെ തണലിൽ രക്ഷപ്പെട്ട പ്രതികൾക്കെല്ലാം നെഞ്ചിടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിലെ ഗൺമാൻ മർദ്ദന കേസിന് സമാനമായി പഴയങ്ങാടി കേസിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പുനരന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ആക്രമണത്തിന് നേതൃത്വം നൽകിയ DYFI നേതാക്കളെയും അവരെ സംരക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും പുതിയ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കമ്പിവടിയും ചെടിച്ചട്ടിയുമായി കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടിച്ചു പൊളിച്ച CPM കാണത്തത്തിന് നിയമപരമായ മറുപടി നൽകാൻ തന്നെയാണ് പുതിയ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ പഴയങ്ങാടി കേസിൽ പുതിയ FIR-ഉം പ്രതിപട്ടികയും പുറത്തു വരുന്നതോടെ കണ്ണൂരിലെ CPM കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഇനി ഇവരെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ആര് വരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.